ഇപ്പോൾ ഇതാ ഊട്ടിയിലാണ്. ഊട്ടിക്ക് പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലല്ലോ. നമ്മൾ ഊട്ടിയിലെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോവാണ്. ആദ്യം പോകുന്നത് ഊട്ടിയിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ടീ ഫാക്ടറിയാണ്. ഇതിനോട് ചേർന്ന് തന്നെ ചോക്ലേറ്റ് ഫാക്ടറിയും ഇവിടെ തന്നെ ഉണ്ട്. 10 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി നമുക്ക് ടീ ഫാക്ടറി കാണാം. ഉള്ളിലൂടെ നടന്ന് നമുക്ക് ടീ മാനുഫാക്ചറിങ് പ്രോസസ്സ് എല്ലാം കാണാൻ സാധിക്കും. ഇവിടെ ഈ കാണുന്ന പ്രോസസ്സെല്ലാം മേലെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ടീ ലീവ്സ് ടീ പൗഡറായി മാറുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ടീ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് തരും. ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് ഒരു പാക്കറ്റ് വാങ്ങി നമുക്കിനി ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് പോകാം. ചോക്ലേറ്റ് ഇങ്ങനെ ഒഴുകി മിക്സ് ആവുന്നതാണ് നമുക്ക് ചോക്ലേറ്റ് ഫാക്ടറിയിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ തന്നെയുള്ള ഔട്ട്ലെറ്റിൽ നമുക്ക് വെറൈറ്റി ചോക്ലേറ്റ്സും വാങ്ങാം. ടീ ഫാക്ടറിയുടെ വെളിയിലായി ഇങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് കാണാം. ചെറിയ മഴയും മിസ്റ്റും ഒക്കെ ആയി മനോഹരമായ ഒരു വ്യൂ. ഫാക്ടറിയുടെ താഴെയായിട്ട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ മഴ ആയതുകൊണ്ടായിരിക്കാം ഇപ്പോൾ തുറന്നിട്ടില്ല. ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ പോയി. ടീ ഫാക്ടറിയുടെ താഴെയായിട്ട് ഫാം ഏരിയ നിറയെ കാണാം. അവിടെ ക്യാരറ്റ്, ക്യാബേജൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് കുറച്ചുകൂടി പോയാലാണ് നമുക്ക് ടീ പ്ലാന്റേഷനൊക്കെ കാണാൻ സാധിക്കുക. നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ടീ ഫാക്ടറിയിൽ നിന്ന് ടൗണിലേക്ക് വരുന്ന വഴിക്കാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്സ് വരുന്നത് 50 റുപ്പീസാണ്. ചൈൽഡിന് 30 റുപ്പീസ്. വളരെ വാസ്റ്റായി നടന്ന് കാണാനുള്ള സ്ഥലമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഒരു മാപ്പൊക്കെ ഉണ്ട്, നമുക്ക് മാപ്പ് റെഫർ ചെയ്ത് പോകേണ്ട സ്ഥലം തീരുമാനിക്കാം. എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോവാണ്. അപ്പോൾ കാണുന്നതാണ് ഈ ഫേൺ ഹൗസ്, ഗ്ലാസ് ഹൗസ് ഒക്കെ. ഇത് ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് പ്രവേശനമുള്ളത്. ഗ്ലാസ് ഹൗസിനുള്ളിൽ നമുക്ക് വളരെ മനോഹരമായി അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഫ്ലവർ ഗാർഡൻ കാണാം. പലതരത്തിലുള്ള പൂക്കളും മറ്റ് കളർ ചെടികളും സക്കുലൻ്റ് പ്ലാന്റ്സും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്ലാസ് ഹൗസിൽ നിന്ന് പിന്നെ പോകുന്നത് പിക്നിക് ഗാർഡൻ, അപ്പർ ഗാർഡൻ, ഇറ്റാലിയൻ ഗാർഡൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ്.
കുറച്ച് മേലോട്ട് പോകുമ്പോൾ ഒരു കൺസർവേറ്ററി ഉണ്ട്. ഉള്ളിലേക്ക് പ്രവേശനമില്ല, പക്ഷേ ഡിഫറെൻറ്റ് സ്പീഷീസിലുള്ള ചെടികളെ നമുക്ക് വെളിയിൽ നിന്ന് കാണാൻ സാധിക്കും. അപ്പർ ഗാർഡനിലേക്കുള്ള വഴിയാണത്. മരങ്ങളും വിവിധ ഇനം ചെടികളും നമുക്ക് നടന്ന് കാണാം. അത് കഴിഞ്ഞ് പിന്നെ താഴോട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഈ ഇറ്റാലിയൻ ഗാർഡൻ കാണാൻ സാധിക്കും. ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് നമുക്ക് ചെടികൾ വാങ്ങിക്കാൻ സാധിക്കും. അതിന് പ്രത്യേകം സെയിൽസ് കൗണ്ടറുകളുണ്ട്. അതുപോലെ ജാം, പിക്കിൾസ് തുടങ്ങിയ ഐറ്റംസും അവൈലബിൾ ആണ്. അടുത്തതായി പോയത് സെയിൻറ്റ് സ്റ്റീഫൻസ് ചർച്ച്. ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് വളരെ അടുത്തായിട്ടുള്ള ഒരു ചർച്ചാണിത്. ഊട്ടിയിലെ പഴക്കമേറിയ ചർച്ചുകളിൽ ഒരെണ്ണം. ഊട്ടിയിൽ വന്നിട്ട് ഊട്ടിയിലെ ട്രെയിനിൽ കയറണ്ടേ. അടുത്തതായി നമ്മൾ അങ്ങോട്ടാണ് പോയത്. അപ്പോൾ ട്രെയിൻ വന്നു, അതിനോടൊപ്പം ഒരു നല്ല മഴയും വന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.